ആശങ്കകൾക്കൊടുക്കം വലിയ ആശ്വാസത്തിന്റെ നിമിഷങ്ങൾ. ഇറാനും ഇസ്രായേലും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയിരിക്കുന്നു. ആ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്ത. ഈ അന്തർദേശീയ മാധ്യമങ്ങൾ, അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അഫ്താബ് റഹ്മാൻ ഉണ്ട്. അഫ്താബ്, അങ്ങനെയെങ്കിൽ ഇനി രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആവശ്യമില്ല. ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇനിയൊരു വെടിയൊച്ച മുഴങ്ങില്ല എന്ന് കരുതണമോ? കഴിഞ്ഞ 15 മിനിറ്റിലുണ്ടായ പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ മാത്രമൊന്ന് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. എന്ന് വെച്ചാൽ 13 മിനിറ്റ് മുമ്പ് അൽ ജസീറയാണ് ഈ ഒരു പ്രഖ്യാപനം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടു കൂട്ടരും വെടിനിർത്തലിലേക്ക് പ്രവേശിച്ചു എന്നാണ് അവർ പറയുന്നത്. സാധാരണ രീതിയിൽ ഏതെങ്കിലും സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് സാധാരണ പറയാറുള്ളതെങ്കിൽ അവർ നേരിട്ടാണ് അക്കാര്യം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെ ഇസ്രായേലി ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയുടെ ഡിക്ലറേഷൻ വരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതാ ഇറാനുമായിട്ട് വെടിനിർത്തലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഔദ്യോഗിക പ്രഖ്യാപനം ഇസ്രായേലി ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി ഡിക്ലെയർ ചെയ്യുന്നു. തൊട്ടു പിന്നാലെ നെതന്യാഹു മന്ത്രിമാർക്ക് നൽകിയ നിർദ്ദേശം പുറത്തിറക്കുന്നു. എന്ന് വെച്ചാൽ ഇറാനുമായി വെടിനിർത്തലിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ഒരു കാരണവശാലും മന്ത്രിമാരുടെ ഭാഗത്തു നിന്നോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുള്ള പ്രസ്താവനകളും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാണ്ട് 30 മിനിറ്റിന് മുമ്പ് ബീർഷബയിൽ നടന്ന ആക്രമണത്തിന് പിന്നാലെ വലിയ തോതിലുള്ള നാശനഷ്ടം അവസാനഘട്ട ആക്രമണത്തിലൂടെ ഇറാൻ ഇസ്രായേലിൽ വിതച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ 6 പേർ മരണപ്പെടുകയും 6 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ വീണ്ടും വെടിനിർത്തൽ നടക്കില്ലേ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു തരത്തിലുള്ള സ്ഥിരീകരണം അല്പം മുമ്പ് വന്നിട്ടുള്ളത്. ട്രംപിന്റെ പ്രസ്താവന കൂടി ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് രണ്ട് കൂട്ടരും വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുന്നു, അത് ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ ഇനി ഒരു ആക്രമണത്തിന് നിലവിൽ സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു നിമിഷത്തിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ രണ്ടു കക്ഷികളുടെയും ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആ തുടരാക്രമണം ഇനി ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വെടിനിർത്തൽ പൊളിയുന്ന സാഹചര്യം ഉണ്ടാകും. ഗസയിൽ നമ്മൾ അത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിബന്ധനകൾ ഏതാണ്, എന്തൊക്കെയാണ് ഇതിലെ കണ്ടീഷൻസ് എന്നുള്ള വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അത് പുറത്തു വന്നാൽ മാത്രമായിരിക്കും ഒരു പക്ഷേ ഏതെല്ലാം ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കരാറിലേക്ക് പോയത് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ നടന്ന ഫോർദോയിലെ ആക്രമണം മുതലുള്ള പരമ്പരകൾ പരിശോധിച്ചാൽ ഇരു കൂട്ടരും കൃത്യമായി വിവരങ്ങൾ രണ്ടു രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത്. ഫോർദോയിലെയും ഇസ്ഫഹാനിലെയും നെതാൻസിലെയും ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണത്തിന് മുന്നോടിയായി ഇറാനെ കൃത്യമായി ഈ വിവരം, അതായത് ഞങ്ങൾ ഇത് ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള വിവരം കൃത്യമായി ഇറാന് അറിയിപ്പായി US-ൽ നിന്നും ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഇറാൻ നടത്തിയിരുന്നു. ഫോർദോ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 19 നൽകിയ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ 20-നും 21-നും നിരവധി ട്രക്കുകൾ എത്തി ഇവിടെയുള്ള യുറേനിയം ഉൾപ്പെടെ മാറ്റിയതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സാറ്റലൈറ്റ് ഇമേജുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ട്രക്കുകൾ ഫോർദോയുടെ മുന്നിൽ 21-നും 20-നും വന്നു നിൽക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഫോർദോയിൽ B-2 ബോംബറുകൾ എത്തി ആക്രമണം നടത്തുന്നത്. എന്ന് വെച്ചാൽ പരസ്പര ധാരണ ഈ യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്, അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലെ സംഭവവികാസം തന്നെ വീണ്ടും പരിശോധിക്കുകയാണെങ്കിൽ ഖത്തറിൽ നടക്കുന്ന ആക്രമണത്തിന് മുന്നോടിയായി ഖത്തറിനെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ US-നെയും ഈ വിവരം അറിയിച്ചതായി ട്രംപ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് അടിച്ച അടിക്ക് ഞങ്ങളിതാ തിരിച്ചടിക്കുന്നു എന്നുള്ള കാര്യം പരസ്പരം അറിയിച്ചുകൊണ്ടാണ് ആ ഒരു തരത്തിൽ കൂടുതൽ എസ്കലേഷനിലേക്ക് പോകാതെ ഉള്ള പ്രസ്താവനയാണ് വന്നിട്ടുള്ളത്. ഇന്നലെ തന്നെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ പ്രസ്താവന കൂടി ശ്രദ്ധേയമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന അവസാന ഭാഗത്തെ പ്രസ്താവന, ഇത് മുഹറം മാസമാണ് എന്ന് വെച്ചാൽ രക്തസാക്ഷികളുടെ മാസമാണ്. ഈ മാസത്തിൽ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, പണ്ടത്തെ പോലെയുള്ള ഹിറ്റ് ആൻഡ് റൺ ഇനി നടക്കില്ല. അതായത് അടിച്ചിട്ട് ഓടി രക്ഷപ്പെടുക എന്നുള്ളത് ഇനി ഒരാൾക്കും നടക്കില്ല. ഞങ്ങളെ തൊട്ടാൽ തിരിച്ച് ഞങ്ങൾ അടിച്ചിരിക്കും, അതുവഴി മാത്രമേ ഇത് പൂർത്തിയാക്കാനാകൂ എന്നുള്ളൊരു പ്രസ്താവന ഇറാന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതുവരെ നടന്ന പരമ്പരകൾ പരിശോധിച്ചാൽ അവസാനം സ്കോർ ചെയ്ത് നിൽക്കുന്നത് ഇറാനാണെന്ന് കാണാം. അവസാന ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തിയത് ഇറാനാണ്. അവസാന വട്ടം US-നെതിരെ അവരുടെ സൈനിക താവളം ആക്രമിച്ചെങ്കിലും നാശനഷ്ടം ഉണ്ടായില്ലെങ്കിലും അങ്ങനെ ഒരു ആക്രമണത്തിനും ധൈര്യത്തിനും അവർ മുതിർന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു തരത്തിലാണ് അവസാന ഘട്ടത്തിലുള്ള ആക്രമണങ്ങൾ നടന്നത്. അതിലൂടെ ഇസ്രായേലിനെതിരെ US-നെതിരെ ലോകശക്തികൾ എന്ന് പറയുന്നവർക്കെതിരെ പിടിച്ചു നിൽക്കാൻ, അവരെ ഭീതിപ്പെടുത്താൻ, അവരെ വഴിക്ക് കൊണ്ടുവരുവാൻ
തങ്ങൾക്കായി എന്നുള്ളൊരു ആശ്വാസം സ്വാഭാവികമായിട്ടും ഇറാനുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാകാം ഇപ്പോൾ വെടിനിർത്തലിലേക്ക് പോകാൻ ഇരു കൂട്ടരും സമ്മതിച്ചത്. പക്ഷേ ഗസയുടെ പ്രശ്നം അതുപോലെ അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതൊരു തരത്തിലേക്ക് ഇനി നീണ്ടുപോകുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഡീൽ ഏത് തരത്തിൽ നിലനിൽക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി പാശ്ചാത്യ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയത് അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ ഉണ്ടായ നാശനഷ്ടമാണ്. പക്ഷേ അത് ഏതു തരത്തിലാണ് എന്നുള്ളത് ഇതുവരെ വ്യക്തമല്ല. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തന്നെ പറയുന്നത് അണ്ടർഗ്രൗണ്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇറാൻ ആ വിവരം പുറത്തുവിടാത്ത കാലത്തോളം അവർക്ക് കൃത്യമായി ഇത് തന്നെ ഈ ആണവ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയാനാകും. അവിടെ തന്നെ ഇറാനിലെ ആറ്റോമിക് ഏജൻസി തന്നെ പറയുന്ന കാര്യം ഇതുവരെ നടത്തിയതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് കൂടുതൽ വേഗത്തിൽ കൂടുതൽ വിശാലമായി ആണവ പദ്ധതി തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഇറാൻ ആണവ പദ്ധതിയിൽ നിന്നും പിന്മാറിയതായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ യുദ്ധലക്ഷ്യം നേടിയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്രായേലിന്റെയും US-ന്റെയും ഈ ആക്രമണത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇറാന്റെ ആണവ പദ്ധതി തകർക്കുക എന്നുള്ളതാണ്. അതിന് സാധിച്ചിട്ടില്ല. അതിലേക്കുള്ള ദൂരം ഇനിയും ഏറെ അകലെയാണ് എന്നുള്ളത് US-ലെ ഉദ്യോഗസ്ഥരും ഇസ്രായേലി ഉദ്യോഗസ്ഥരും ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ അവർ ചെയ്തിരിക്കുന്ന കാര്യം പരമാവധി സമയം, അതായത് ആണവായുധം സ്വന്തമാക്കാൻ ഇറാന് സാധിക്കുന്ന സമയം പരമാവധി വൈകിപ്പിക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫോർദോയിലും നെതാൻസിലും ഇസ്ഫഹാനിലും നടത്തിയ ആക്രമണത്തിലൂടെ 10 വർഷത്തേക്കെങ്കിലും ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്ന ഒരു പ്രക്രിയ വൈകിപ്പിക്കുക എന്നൊരു കാര്യം അവർ ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇന്നലെ റഷ്യ പറഞ്ഞത് നമ്മൾക്കറിയാം. റഷ്യയുടെ കൂടി സമ്മതം ഇന്നലത്തെ ആക്രമണത്തിനുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. റഷ്യ പറഞ്ഞത് ഇറാന് ഏതെങ്കിലും തരത്തിലുള്ള വാർഹെഡ്സ്, ന്യൂക്ലിയർ വാർഹെഡ്സ് ആവശ്യമെങ്കിൽ, ആണവായുധം ആവശ്യമെങ്കിൽ അത് നൽകാൻ പല രാജ്യങ്ങളും തയ്യാറാണ്. അത് സൂചിപ്പിക്കുന്ന ഒരു പക്ഷേ ദക്ഷിണ കൊറിയ ആയിരിക്കാം. കാരണം ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള, റഷ്യ ഉൾപ്പെടെയുള്ള, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനെ ആണവ പദ്ധതിയിൽ നിരവധി തവണ സഹായിച്ചിട്ടുണ്ട്. അവരുടെ ഈ 3 പ്ലാന്റുകളിലും, ആക്രമിക്കപ്പെട്ട 3 പ്ലാന്റുകളിലും അവരുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ നിർമ്മാണ കാലം മുതൽ തന്നെ അതിൽ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവായുധം വീണ്ടും ഉണ്ടാക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. കാരണം അതിന്റെ അറിവ് അവർക്കറിയാം, അവരുടെ പുതിയ തലമുറക്കറിയാം, അവരുടെ ശാസ്ത്രജ്ഞർക്കറിയാം. അതുകൊണ്ട് ഈ പദ്ധതി പൂർണ്ണമായും ഇന്ന് പിന്തിരിപ്പിക്കാൻ ഇറാനെ സാധിച്ചിട്ടില്ല എന്നുള്ളത് വേണം ഈ ആക്രമണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. പക്ഷേ ഇപ്പോഴിതാ വെടിനിർത്തലിലേക്ക് എത്തുമ്പോൾ അതിൽ എന്ത് നേട്ടമാണ് US-നും ഇസ്രായേലിനും ഉണ്ടായതെന്ന് ചോദിച്ചാൽ അവിടെ നിരവധി കേന്ദ്രങ്ങൾ അവർക്ക് തകർക്കാനായിട്ടുണ്ട്, മിസൈൽ ലോഞ്ചറുകൾ തകർക്കാനായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇറാന്റെ മിസൈൽ ശേഷിക്ക് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഇന്ന് രാവിലെ ബീർഷബയിലുള്ള അയൺ ഡോമിനെ മറികടന്നുകൊണ്ടുള്ള അവരുടെ ആക്രമണം വ്യക്തമാക്കുന്നത്. അതിൽ 6 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു, നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും വെടിനിർത്തലിലേക്ക് പോകുമ്പോൾ ഗൾഫിനെ സംബന്ധിച്ച് കൂടി വലിയ ആശ്വാസമാണ്. കാരണം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടായിരുന്നു. അത് ഒഴിയുക കൂടി ചെയ്യുകയാണ് ഇപ്പോൾ ഈ വെടിനിർത്തലിലേക്ക് എത്തുമ്പോൾ.